ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 ബേസിക് സയൻസിലെ 8th ചാപ്റ്റർ ആയിട്ടുള്ള ഡൈവേഴ്സ് ഓർഗാനിസംസ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹൗ ഡിഡ് ദിസ് വേം ഗെറ്റ് ഇൻസൈഡ് ദ മാംഗോ, എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മാങ്ങ കിട്ടുന്നത്? വാട്ട് ഈസ് യുവർ ഗസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. ആർ വേംസ് ഫൗണ്ട് ഓൺലി ഇൻസൈഡ് ഫ്രൂട്ട്സ്. അപ്പോൾ ഈ പുഴുക്കൾ പോലത്തെ സാധനങ്ങൾ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ വരാറുണ്ടല്ലോ, അത് ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ മാത്രമാണോന്നോ? ഹാവ് ഇറ്റ് യു സീൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേംസ് ഇൻ യുവർ സറൗണ്ടിങ്സ്? നിങ്ങളുടെ സറൗണ്ടിങ്സിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേംസിനെ കാണാറുണ്ടോ? ഉണ്ടല്ലേ. ഫ്രം വേർ ഡു ദേ കം, എവിടെ നിന്നായിരിക്കും വരുന്നത്? വേംസ് ആർ ഫോംഡ് ഫ്രം ദ എഗ്സ് ഓഫ് സർട്ടൈൻ ഇൻസെക്ട്സ്. ചില ഇൻസെക്ട്സിൻ്റെ എഗ്സിൽ നിന്നാണ് വരുന്നത്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ദ ഫൈൻഡിങ്സ്. കണ്ടോ? അപ്പോൾ അതിലാര് കൊടുത്തിട്ടുള്ള പിക്ചർ ഒന്ന് നന്നായിട്ട് നോക്കുക. അപ്പോൾ എന്താ ആ പിക്ചറിൽ കാണുന്നത്? ഇൻ ദ പിക്ചർ വി ക്യാൻ സി വേംസ് ആൻഡ് ഇൻസെക്ട്സ് ഇൻക്ലൂഡിങ് ബട്ടർഫ്ലൈ, ഹൗസ് ഫ്ലൈ, ഹണി ബി, അതുപോലെ ബീറ്റിൽ, ഇതൊക്കെ ആണ് കാണുന്നത് അല്ലേ. അടുത്ത് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ മോർ എക്സാമ്പിൾ ഓഫ് ക്രീച്ചേഴ്സ് ദാറ്റ് ഹാച്ച് ഇൻ ടു വേംസ്. അപ്പോൾ മോർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? മോത്ത്, മോസ്കിറ്റോ, വാസ്പ്, സിൽക്ക് മോത്ത്, ഡ്രാഗൺ ഫ്ലൈ, ഇതൊക്കെ മോർ എക്സാമ്പിളായിട്ട് കൊടുക്കാം. ഒരു പിക്ചർ നോക്ക്, എന്താണ് കാണുന്നത്? എഗ് ലാർവ മാറുന്ന, ലാർവ പ്യൂപ്പയായിട്ട്, പിന്നെ അത് ആൻഡിലിയോൺ ലേസ് വിങ് ആയിട്ട് മാറുന്ന ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഡസ് ദ ആൻഡിലിയോൺ ഹാച്ച്ഡ് ഫ്രം ദ എഗ് ലുക്ക് ലൈക്ക് ഇറ്റ്സ് പാരന്റ് ക്രീച്ചർ? വാട്ട് ആർ ദ ഫർദർ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ആൻഡിലിയോൺ? എന്തെല്ലാം ചേഞ്ചസ് ആണ് വരുന്നത്? അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ ആൻഡിലിയോൺ ഡൂഡിൽ ബഗ് ഈസ് ദ ലാർവ ഓഫ് എ കൈൻഡ് ഓഫ് വിങ്ഡ് ഇൻസെക്ട് കോൾഡ് ആൻഡിലിയോൺ ലേസ് വിങ്. അതൊരു തരം ഇൻസെക്റ്റ് ആണ്. ദേ മേക്ക് ഫണൽ ഷേപ്പ്ഡ് pits in sand and eat small insects like ants. ഇവർ കഴിക്കുന്നത് സ്മോൾ ഇൻസെക്ട്സ് ആണ് കേട്ടോ, ആൻറ്റുകളൊക്കെ. ദേ ആർ കോൾഡ് ആൻലിയോൺ ബിക്കോസ് ദേ ക്യാപ്ചർ ആൻറ്റ്. അവർ ഈ ഉറുമ്പുകളെ പിടിക്കുന്ന കാരണമാണ് അതിവരെ ആൻലിയോൺ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് ലാർവ മേക്ക് എ കൊക്കോൺ യൂസിങ് സാൻഡ് ഗ്രെയിൻ ആൻഡ് തിൻ സിൽക്ക് ഫൈബർ സെഗ്രിഗേറ്റഡ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ബിക്കം എ പ്യൂപ്പ. പിന്നെ ആ ലാർവ എന്തായിട്ട് മാറും? പ്യൂപ്പയായിട്ട് മാറും. ദിസ് പ്യൂപ്പ അണ്ടർഗോ ചേഞ്ചസ് ടു ബിക്കം ദ ഇൻസെക്റ്റ്. പിന്നെ ഈ ഒരു പ്യൂപ്പ മാറിയിട്ട് പിന്നെ അതൊരു ഇൻസെക്റ്റ് ആയിട്ട് മാറും. അടുത്ത് മെറ്റാമോർഫോസിസ് എന്താണെന്ന് നോക്കാം. ഇൻ സം ക്രീച്ചേഴ്സ് ദ ലാർവ ഡു നോട്ട് റിസംബിൾ ടു ദ പാരന്റ്. ചില ക്രീച്ചേഴ്സിൽ ലാർവ എന്തായിട്ട് മാറില്ല? പാരന്റിന്റെ റിസംബിൾസ് കാണിക്കില്ല. ദ ലാർവ ഫോംഡ് ഫ്രം ദി എഗ് ഗോസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കം എ ക്രീച്ചർ റിസംബ്ലിംഗ് ദ പാരന്റ്. ദിസ് ചേഞ്ച് ഈസ് കോൾഡ് മെറ്റാമോർഫോസിസ്. എന്താണ് മെറ്റാമോർഫോസിസ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ചില ക്രീച്ചേഴ്സിൽ പാരൻറ്റിൻ്റെ ഒരു ഛായ കാണിക്കൽ നമ്മുടെ ലാർവ കാണിക്കില്ല. ദ ലാർവ ഫോംഡ് ഫ്രം ദ ഗോസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കം എ ക്രീച്ചർ റിസംബ്ലിംഗ് ദ പാരൻറ്റ്. അതായത് ജനിക്കുമ്പോൾ ഉണ്ടാവില്ല, പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് പല ഗ്രോത്തും കഴിയുമ്പോഴാണ് അത് അങ്ങനത്തെ ഒരു ഛായ കാണിക്കുക. അപ്പോൾ ആ ഒരു ചേഞ്ചിനെയാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. വാട്ട് അതർ ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ഗോ ത്രൂ സച്ച് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്? നിങ്ങൾക്കറിയുന്ന വേറെ ഏത് ക്രീച്ചറാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ നമുക്ക് പറയാം? കോക്രോച്ചസ്, ഫ്രോഗ്സ്, ബീറ്റിൽസ്, ഡ്രാഗൺ ഫ്ലൈസ്, ലേഡി ബഗ്സ് ആൻഡ് ക്രിക്കറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ അടുത്തത് നോക്ക്, കോക്രോച്ചിൻ്റെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ. അപ്പോൾ എഗ് എന്തായിട്ട് മാറും? നിംഫായിട്ട് മാറും. നിംഫ് മാറിയിട്ട് എന്തായിട്ട് മാറും? ഫുൾ ഗ്രോത്ത് കോക്രോച്ചായിട്ട് മാറും. ഡസ് ദ ഓഫ് സ്പ്രിങ് ഓഫ് കോക്രോച്ച് ലുക്ക് ലൈക്ക് ദ കോക്രോച്ച് ഇറ്റ് സെൽഫ്? കോക്രോച്ചിൻ്റെ ഓഫ് സ്പ്രിങ് കോക്രോച്ചിനെ പോലെയാണോ? വാട്ട് ആർ ദ ഡിഫറൻസസ്? എന്തെല്ലാം ഡിഫറൻസസ് ആണ്? ദേ ആർ കോൾഡ് നിംസ്. അതിനെയാണ് നിംസ് എന്ന് പറയുന്നത്. നിംസ് ഗോ ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കം എ ഫുള്ളി ഗ്രോൺ കോക്രോച്ച്. നമ്മുടെ എഗ് മാറിയിട്ട് നിംഫ് വേറൊരു ഗ്രോത്തിലേക്ക് വന്നിട്ട് പിന്നെ അത് മാറുമ്പോഴാണ് നമ്മുടെ ഫുൾ ഗ്രോത്ത് കോക്രോച്ച് ഉണ്ടാവുന്നത്. ഡ്യൂറിങ് ദീസ് സ്റ്റേജസ് ദ നിംഫ് ഷെഡ്സ് ഇറ്റ്സ് ഔട്ടർ ഷെൽ മെനി ടൈംസ്. അപ്പോൾ ഈ സ്റ്റേജസിൽ അതിൻ്റെ പുറത്തുണ്ടാവുന്ന ഒരു തോട് പോലത്തെ സാധനം പുറത്തേക്ക് ഇങ്ങനെ കളയും. ദ വേംസ് ഹാച്ച്ഡ് ഫ്രം ദ എഗ്സ് ഓഫ് ദ ഇൻസെക്ട്സ് ഈറ്റ് ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ് പാർട്സ്. ദസ് മെനി സച്ച്
such worms adversely affect farming. Farmers adopted many measures to keep such worms and pests away. നമ്മുടെ ഈ ചെടികളിലൊക്കെ വന്നിട്ട് ഈ പുഴുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഭക്ഷണമാണ് അത്, അപ്പോൾ അത് അവർ കഴിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അത് ചെടികൾ ഫാർമേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഫാർമേഴ്സ് അവരെ കളയാനുള്ള പെസ്റ്റസൊക്കെ അടിക്കാറുണ്ട് അല്ലേ. യു ക്യാൻ റെഡ്യൂസ് പെസ്റ്റസ് ഇഫ് യു ഗ്രോ മാരിഗോൾഡ് ഇൻ ബിറ്റ്വീൻ ദ ക്രോപ്സ്. അപ്പോൾ നമുക്ക് പെസ്റ്റിസൈഡ്സിനെ കളയാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്, നമ്മൾ ഈ ഇത് കഴിക്കാൻ വരുന്ന ക്രോപ്പിൻ്റെ ഇടയിൽ മാരിഗോൾഡ് വളർത്തിയാൽ മതി എന്നാണ് പറയുന്നത്. ദ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാരിഗോൾഡ് കീപ് സർട്ടൈൻ കൈൻഡ്സ് ഓഫ് പെസ്റ്റസ് അവേ. അതായത് മാരിഗോൾഡ് ചെടിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഈ പെസ്റ്റസിന് ഹാംഫുൾ ആണ്, അപ്പോൾ അത് അവരെ അകറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. സിമിലർലി വാട്ട് ആർ ദ അതർ മെത്തേഡ്സ് യു നോ? നിങ്ങൾക്ക് അറിയുന്ന വേറെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഡിസ്കസ്, ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് എക്സാമ്പിൾസ് ഫോർ പെസ്റ്റസ് ദാറ്റ് ഹാം ദി ക്രോപ്സ്. ഏതൊക്കെയാണ് ക്രോപ്സിനെ ഹാം ചെയ്യുന്ന പെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് സിമിലർലി വാട്ട് ആർ ദ മെത്തേഡ്സ് യു നോ എന്ന് ചോദിച്ചു കൊടുത്ത് നമുക്ക് എന്ത് പറയാം? യൂസിങ് നാച്ചുറൽ പ്രൊഡക്റ്റേഴ്സ് ലൈക്ക് ലേഡി ബഗ്സ്, സ്പ്രേയിങ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആൻഡ് പ്രാക്ടീസിങ് ക്രോപ്പ് റൊട്ടേഷൻ. ഫാർമേഴ്സ് ആൾസോ യൂസ് ട്രാപ്സ്, കവർ ക്രോപ്സ് ആൻഡ് നീം ഓയിൽ ടു പ്രൊട്ടക്ട് ദെയർ ഫ്രം പെസ്റ്റസ്. നമുക്ക് എന്തെങ്കിലും പെസ്റ്റസ് അടിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓർഗാനിക് പ്രൊഡക്റ്റേഴ്സ് ആയിട്ടുള്ള ലേഡി ബഗ്സിനെ നോക്കാം, പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, പിന്നെ ക്രോപ്പ് റൊട്ടേഷൻ മെത്തേഡൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ പെസ്റ്റസിനെ ഇല്ലാണ്ടാക്കാം. അടുത്ത ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, യെല്ലോ സ്റ്റെം ബോറർ ലാർവ. പിന്നെ നമുക്ക് ലോക്കസ്റ്റസ് പറയാം, കാറ്റർപില്ലാസ് പറയാം, ഫൈഡ്സ്, വീവൽസ്, സ്റ്റെം ബോറേഴ്സ് എക്സിട്ര. ഏതെങ്കിലും ഒരെണ്ണം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് സം സ്പൈസസ് ദാറ്റ് വി യൂസ്. അപ്പോൾ കാർഡമം, പെപ്പർ, ക്ലോവ്, സിന്നമൺ, ഇതൊക്കെ നമ്മൾ നോക്കണ സുഗന്ധ ദ്രവ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാന്ന് പറയാം? We often keep some spices along with the grains when they were stored. Why? നമ്മൾ വി ഓഫൺ കീപ് സം സ്പൈസ് അലോങ്. നമ്മൾ ഈ ഗ്രെയിൻസ് ഇല്ലേ, നമ്മളെ പയർ വർഗ്ഗങ്ങളുടെ ഇടയിലൊക്കെ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ സ്പൈസസ് വെക്കും. അതെന്തിനാണ് സ്റ്റോർ ചെയ്യണ സമയത്ത്? അതെന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദേ ഹെൽപ്പ് റിപ്പൽ ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റസ്. സ്പൈസസ് ലൈക്ക് ഡ്രൈഡ് നീം ലീവ്സ്, ടർമറിക് ആൻഡ് ക്ലൗസ് റിലീസ് നാച്ചുറൽ കെമിക്കൽസ് ദാറ്റ് കീപ് പെസ്റ്റസ് അവേ ആൻഡ് ഗ്രെയിൻസ് ഫ്രം ഡാമേജ് കേട്ടോ. The chemicals produced by the plants to protect themselves from pests make them aromatic spices. Example, cardamom, pepper, clove, cinnamon, etc. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കെമിക്കൽ റിലീസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് പെസ്റ്റസിന് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ പെസ്റ്റസ് പോവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡു വേംസ് കോസ് ഹാം ഓൺലി? ലിസൺ ടു വാട്ട് ദേ ആർ സെയിങ്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ദെയർ ആർ മെനി ക്രീച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ അസ്, ദേ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് അസ്. ദ ഇൻസെക്ട്സ് ദാറ്റ് ഗ്രോ ഫ്രം അസ് പോളിനേറ്റ് മെനി ഫ്ലവേഴ്സ്. നമ്മളിൽ ഉണ്ടാവുന്ന, നമ്മളെ പുഴു മാറിയിട്ട് ഉണ്ടാവുന്ന ഇൻസെക്ട്സ് ഒരുപാട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വി കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ ബൈ ഈറ്റിംഗ് ഡെഡ് ക്രീച്ചേഴ്സ് ആൻഡ് ഫുഡ് വേസ്റ്റ്. സറൗണ്ടിങ്സിനെ അവർ വൃത്തിയാക്കുന്നുണ്ട് ഈ ഡെഡ് ആയിട്ടുള്ള ക്രീച്ചേഴ്സിനൊക്കെ തിന്നിട്ടും, അതുപോലെ ഫുഡ് വേസ്റ്റ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഫോക്കസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട്സ് ഫോർ ദ ബാലൻസ് ഓഫ് ദി ഇക്കോസിസ്റ്റം. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക? ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോർട്ട് നോട്ട് ഇവിടെ കൊടുക്കാം. അടുത്തത് സ്മോൾ ഇൻസെക്ട്സ് ആസ് ഫുഡ്. പീപ്പിൾ ഇൻ മെനി പാർട്സ് ഓഫ് ദി വേൾഡ് യൂസ് ഇൻസെക്ട്സ് ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ്, വേംസ്, ബീറ്റിൽസ്, സ്കോർപിയോൺസ് ആൻഡ് ആൻസ് ഫോർ ഫുഡ്. ചില രാജ്യത്തുള്ളവർ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. സ്മോൾ ഇൻസെക്ട്സ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻസ്. അപ്പോൾ അതിൽ നിന്ന് നല്ല പ്രോട്ടീനും വൈറ്റമിനും കിട്ടുമെന്നാണ് പറയുന്നത്. ദേ ആർ ആൾസോ കെപ്റ്റ് ഫോർ ഫുഡ് ഇൻ സം ഏരിയാസ് ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ലോ കോസ്റ്റ് പ്രോട്ടീൻ. പ്രോട്ടീൻ കുറവായ കാരണം, കോസ്റ്റ് കുറവ് ഉണ്ട് കിട്ടുന്ന കാരണം പല രാജ്യങ്ങളിലും അത് ഫുഡായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അടുത്തത് കളർഫുൾ ഇൻസെക്ട്സ്.
ഇൻസെക്ട്സ് ആണ്. ബട്ടർഫ്ലൈസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട് ഫാമിലി. ഹൗ മെനി നെയിംസ് ഓഫ് ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ യുവർ ഏരിയ ആർ യു നോ? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ബട്ടർഫ്ലൈസ്. ആ ബട്ടർഫ്ലൈസിൻ്റെ പേര് എഴുതാനാണ്. ഏതൊക്കെ നമുക്ക് പറയാം? കോമൺ ജെസബില്ല, പിന്നെ കോമൺ ഗ്രാസ് യെല്ലോ രണ്ടാമത്തത്, പിന്നെ നമുക്ക് മലബാർ ബാൻഡഡ് പീക്കോക്ക്. ആ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. പിന്നെ സദേൺ ബേർഡ് വിങ്, പിന്നെ നമുക്ക് എന്ത് പറയാം? കോമൺ ഈവനിങ് സ്ട്രിപ്പ്ഡ് ടൈഗർ, പിന്നെ കോമൺ ഈവനിങ് ബ്രൗൺ. ഇത്രയും കാര്യങ്ങൾ ആ ഡാഷ് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ, 4 പേര്. Collect more pictures of butterfly and make them album. Write down their characteristics. ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. അപ്പോൾ some butterflies lay eggs on particular plant. These parts some butterflies lay eggs on particular plants. The parts of these plants are the food of the butterfly larva. അപ്പോൾ എന്താ പറയുന്നത്, ചില ബട്ടർഫ്ലൈസ് ഒക്കെ പ്ലാന്റ്സുമിലാണ് എഗ് ഇടുക. അപ്പോൾ ആ ലേമലത്തിൽ നിന്നാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത്. ലുക്ക് അറ്റ് ദ നെയിംസ് ഓഫ് സം ഓഫ് ദ ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിൽ കാണുന്ന കുറച്ച് ബട്ടർഫ്ലൈസിന് പേര് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? നാരകശലഭം, ലൈം ബട്ടർഫ്ലൈ, അരളി ശലഭം, അതിനെ കോമൺ ക്രോ എന്നാ പറയുക, വെള്ളിലെ തോഴി, ദ കൊമാൻഡർ, ഇരുക്കു തപ്പി, പ്ലെയിൻ ടൈഗർ. വൈ ആർ ദീസ് ബട്ടർഫ്ലൈസ് നെയിംഡ് സോ? ഡിസ്കസ്. എന്തുകൊണ്ടാണ് ഇവരുടെ പേര് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് എന്ന്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. മോർ എക്സാമ്പിൾസ് നോക്കിയിട്ട് ഇത് സയൻസ് ഡയറിയിൽ എഴുതാൻ. ഫോർ ദ സർവൈവൽ ഓഫ് ദ ബട്ടർഫ്ലൈ ബോത്ത് നെക്ടർ പ്ലാന്റ് ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ നെസസറി. എന്താണ്? ബട്ടർഫ്ലൈസിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് എന്താണ് നെക്ടർ പ്ലാന്റ്സും ഹോസ്റ്റ് പ്ലാന്റ്സും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ടർഫ്ലൈസ് ഗെറ്റ് നെക്ടർ ഫ്രം ദി നെക്ടർ പ്ലാന്റ്. ബട്ടർഫ്ലൈസ് നെക്ടർ കിട്ടുന്നത് എവിടെ നിന്നാണ്? നെക്ടർ, തേൻ കുടിക്കുന്ന പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ദ ലാർവ ഫീഡ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ്സ്. ദ ബട്ടർഫ്ലൈ ഈസ് എ ഗാർഡൻ വിത്ത് ബോത്ത് ദീസ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ്. ഗ്രോ എ ബട്ടർഫ്ലൈ ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു ബട്ടർഫ്ലൈ, അതിന് എന്ത് വേണം? നല്ല രീതിക്ക് ചെടികൾ വെക്കണം. അപ്പോൾ മോത്ത്സ്. ഡ്യൂറിങ് വിച്ച് ടൈം ഡു വി സീ ബട്ടർഫ്ലൈ? നമ്മൾ ഏത് സമയത്താണ് ബട്ടർഫ്ലൈ കാണാറുള്ളത്? ഡു വി സീ ദം അറ്റ് നൈറ്റ്? നൈറ്റിൽ കാണാറുണ്ടോ? വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കാണാം. നമുക്കറിയാം ബട്ടർഫ്ലൈസ് രാവിലെയാണ് കാണുന്നത്, മോത്ത്സ് ഒക്കെ രാത്രിയാണ് ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഇവിടെ നമ്മൾ കൊടുക്കാം കേട്ടോ. ബ്ലൂ ടൈഗർ മോത്ത് എന്തൊക്കെയാണ്? വെങ്കന നീലി. ബ്ലൂ ടൈഗർ മോത്ത് ഈസ് എ കൈൻഡ് ഓഫ് ബ്ലൂ കളർ മോത്ത് ഫൗണ്ട് ഡ്യൂറിങ് ഡേ ടൈം. ദേ ആർ മിസ്റ്റേക്കൺ ഫോർ ബട്ടർഫ്ലൈസ് ബിക്കോസ് ഓഫ് ദെയർ ബ്ലൂ കളർ. ദേ ആർ കോൾഡ് വെങ്കന നീലി ബിക്കോസ് ദേ ലേ എഗ് ഓൺ കരേലിയ ട്രീ. അപ്പോൾ വെങ്കന ട്രീയിലാണ് ഇവർ മുട്ടയിടുക. അതുപോലെ ഇവർക്കും ബ്ലൂ കളർ ആയതുകൊണ്ടാണ് ബ്ലൂ ടൈഗർ മോത്ത് എന്ന് അറിയപ്പെടുന്നത്. ദേ സാറ്റിസ്ഫൈ ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് മോത്ത് എക്സ്പെക്ട് ദാറ്റ് ദേ ആർ സീൻ ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് ഹാവ് ബ്ലൂ കളർ. സോ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മോത്ത് ഫാമിലി. അപ്പോൾ അത് മോത്ത് ഫാമിലിയാണ്, കാരണം അത് കൂടുതലും ആ സമയത്താണ് കാണുന്നത്. അതുകൊണ്ടാണ് മോത്ത് ഫാമിലിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ദ വേൾഡ് ഓഫ് സ്മോൾ ക്രീച്ചേഴ്സ്. ഹൗ മെനി ഓഫ് ദ സ്മോൾ ക്രീച്ചേഴ്സ് ആർ familiar to you? Write the names of the creatures given in the picture in your science diary. അപ്പോൾ ആ കൊടുത്തിട്ടുള്ളതിൽ അതിൻ്റെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Ants are small creatures mostly found everywhere in our surroundings. Are all ants of same kind? എല്ലാ ആൻസും ഒരുപോലെയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി ടൈപ്സ് ഓഫ് ആൻസ് ഡു യു നോ? നിങ്ങൾക്ക് എത്ര ടൈപ്സ് ആൻറ്റിനെ അറിയാം? റൈറ്റ് ഡൗൺ ദെയർ നെയിംസ്. അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
യെല്ലോ ക്രേസി ആൻഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോർ ആൻഡ് പറയാം, പിന്നെ ബ്ലാക്ക് ആൻഡ് കട്ടുറുമ്പ് കേട്ടോ. സോർ ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുളിയുറുമ്പിനെയാണ് പറയുന്നത്. അടുത്തത് ഡിവിഷൻ ഓഫ് ലേബർ. ആൻസ് ആർ സ്മോൾ ക്രീച്ചേഴ്സ് ലിവിങ് ആസ് എ കമ്മ്യൂണിറ്റി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ എ കോളനി ഓഫ് ആൻഡ് പെർഫോമിംഗ് ദ ടാസ്ക് ഓഫ് ലേയിങ് എഗ്സ്, കളക്ടിങ് ഫുഡ് ആൻഡ് പ്രൊട്ടക്ടിങ് ഫ്രം എനിമീസ്. അടുത്തത് വിങ്ഡ് ആൻസ് ആണ്. നൗ വി ക്യാൻ ആൾസോ ഫ്ലൈ. നമുക്ക് ഫ്ലൈ ചെയ്യാനും പറ്റും. ഹാവ് യു സീൻ വിങ്ഡ് ആൻസ്? വെൻ ഡു ദ വിങ്സ് ഗ്രോ? എപ്പോഴായിരിക്കും വിങ്സ് ഗ്രോ ചെയ്തിട്ടുള്ളത്? മെയിൽ ആൻഡ് ഫീമെയിൽ ആൻസ് ദാറ്റ് പെർഫോം ദ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ കം ഔട്ട് ഓഫ് ദെയർ കോളനീസ് വിത്ത് വിങ്സ്. അവരുടെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ദേ മേറ്റ് വിത്ത് ഫീമെയിൽ ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ആൻസ് ഫ്രം അനദർ കോളനി ആൻഡ് ഫോം ന്യൂ കോളനീസ്. അവർ വേറൊരു കോളനിയിൽ നിന്നുള്ള, ഇപ്പോൾ മെയിലും ഫീമെയിലും ഡിഫറെൻറ്റ് കോളനിയിൽ നിന്നുള്ളവരായിട്ടാണ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അവർ ന്യൂ കോളനി ഫോം ചെയ്യും. ലെറ്റ്സ് ഒബ്സർവ് ആൻഡ്. ഷാൾ വി ഒബ്സർവ് ആൻഡ്സ് ഇൻ അവർ സറൗണ്ടിങ്സ്? വാട്ട് ക്യാൻ ബി ഒബ്സർവ്ഡ്? കളർ നോക്കാം, സൈസ് നോക്കാം, ഹാബിറ്റേറ്റ് നോക്കാം, ഫുഡ് നോക്കാം, വേ ഓഫ് കളക്റ്റിംഗ് ഫുഡ് നോക്കാം, മൂവ്മെൻറ്റ് നോക്കാം. പ്രിപ്പയർ എ ബുക്ക്ലെറ്റ്. ഹൗ മെനി അതർ സ്മോൾ ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ലീവ് ആസ് എ കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന വേറെ ഏതൊക്കെ ക്രീച്ചേഴ്സിനെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ടെർമൈറ്റ്സ്, പിന്നെ നമുക്ക് ബീസ് പറയാം, വാസ്പ് പറയാം, ബാറ്റ്സ് പറയാം, ഫയർഫ്ലൈസ് പറയാം. അടുത്തത് ദ ബോഡി ഓഫ് ഇൻസെക്ട്സ്. ഒബ്സർവ് ദ ബോഡി പാർട്സ് സച്ച് ആസ് ആൻറ്റീന, ലെഗ്സ്, വിങ്സ് ആൻഡ് ഐസ് ഓഫ് ദി ഇൻസെക്ട്സ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ബോഡി പാർട്സ്? ഈ ബോഡി പാർട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ എന്താണ്, നമുക്ക് ഓരോ ഭാഗങ്ങൾ പറയാം അല്ലേ. പിന്നെ ഡു അതർ ഇൻസെക്ട്സ് ആൾസോ ഹാവ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമുക്ക് ആൻറ്റീന പറയണം, ലെഗ്സ്, വിങ്സ്, ഐസ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ് ആസ് സെമിനാറായിട്ട് കൊടുക്കാൻ. അടുത്ത ഫിഷസ് ആണ്. യു ഹാവ് ലേൺ ദ അഡാപ്റ്റേഷൻ ഓഫ് ഫിഷസ് ഫോർ എ അക്വാട്ടിക് ലൈഫ്. ഹാവിൻ യു? വാട്ട് ആർ ദേ? എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫിഷസിൻ്റെ അക്വാട്ടിക് ലൈഫിലെ അഡാപ്റ്റേഷൻസ്. അപ്പോൾ നമുക്ക് പറയാം, ഫിഷസ് ഹാവ് എ സ്മൂത്ത് ഷേപ്പ് ദാറ്റ് ഹെൽപ്സ് ദം സ്വിം ഈസിലി ത്രൂ വാട്ടർ. അതായത് അതിനൊരു സ്മൂത്ത് ഷേപ്പാണുള്ളത്, അപ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ നീന്താൻ പറ്റും. ദ യൂസ് ഗിൽസ്. അവർ ബ്രീത്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഗിൽസ് ആണ്. പിന്നെ അവരുടെ ഫിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യാൻ, സ്വിം ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ മേത്തുള്ള സ്കെയിൽസ് അതിൻ്റെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. ഓഫ്സ്പ്രിങ്സ് ഓഫ് ഫിഷ് ആർ ഹാച്ച്ഡ് ഫ്രം എഗ്. ഫിഷസ് ടിപ്പിക്കലി ലേ ദെയർ എഗ്സ് ഡ്യൂറിങ് ജൂൺ ആൻഡ് ജൂലൈ. ജൂൺ ജൂലൈ മാസത്തിലാണ് കൂടുതലായിട്ടും ഫിഷസ് മുട്ടയിടാറുള്ളത്. അടുത്തത് ഫ്ലഡ് പ്ലെയിൻ ബ്ലീഡിങ് റൺ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.